Watch full episodes on Jio Hotstar. എന്റെ ഡൈനിങ് ഏരിയയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇരിക്കൂ. മഹാറാണി വിജയിക്കട്ടെ. മഹാറാണിയെ ഈ വാർത്ത അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരീക്ഷണം ഗോൾഡ് ഈസ് ബോൾഡ്. മഹാറാണി ഇപ്പോൾ വിജയിക്കാൻ പോവുകയാണ്. സയന്റിസ്റ്റ്, നീ എന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഇത് നോക്ക്, ഇവരെ എല്ലാം ശ്രദ്ധിച്ചോളണം. ഇവരെല്ലാം ഇന്ന് നമ്മുടെ വിരുന്നുകാരാണ്. മോട്ടുവും പത്ലുവും പിന്നെ സുഹൃത്തുക്കളും. ഹലോ സയന്റിസ്റ്റ് സർ, എന്റെ വലിയേട്ടനും ഫുർഫുറി നഗരത്തിലെ വലിയൊരു സയന്റിസ്റ്റ് ആണ്. നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ നല്ല രസമായിരിക്കും. മഹാരാജാവേ, ഭക്ഷണത്തിന് മുമ്പുള്ള അങ്ങയുടെ ഇഞ്ചക്ഷനുള്ള സമയമായിരിക്കും. വേണ്ട 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 വേണ്ട, ഇന്ന് നമുക്ക് ഒരു ഇഞ്ചക്ഷനും വേണ്ട. ഇത് എടുത്താ നമുക്ക് വേദന എടുക്കും. ഇല്ല മഹാരാജാവേ, ചില മരുന്നുകൾ ആദ്യമൊക്കെ വേദനിക്കും. പക്ഷെ ഈ ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ മഹാരാജാവിന്റെ അസുഖം ഭേദമാവുകയുള്ളൂ. മനസ്സിലാക്കിയാലും കുറച്ച് ഭേദമായിട്ടുണ്ട്. ശരിയാ, എങ്കിൽ നടക്കട്ടെ. ഇനി ഞാൻ ഉറങ്ങാൻ പോവുക. അല്ല മോട്ടു പത്ലു, ഇന്ന് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വിരുന്നുകാരാണ്. അതായത് ഞങ്ങളുടെ വിരുന്നുകാരെ ഞങ്ങൾ ദൈവത്തിന്റെ രൂപത്തിലാണ് കാണാറ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോട് ലഞ്ച് കഴിക്കാനായി അനുവാദം ചോദിക്കുകയാണ്. ഓടിച്ചെടുത്തല്ലോ, ഇവരുടെ എന്ത് നല്ലൊരു സംസ്കാരമാണ്. ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് അനുവാദം ചോദിക്കുന്നത്. ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ അനുവാദം തന്നിരിക്കുന്നു. അതെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാന്നേ. ഓക്കെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. റാണി മാഡം, ഭക്ഷണം കഴിക്കാൻ പോവല്ലേ? അതിനെന്തിനാ ഈ സീറ്റ് ബെൽറ്റിന്റെ ആവശ്യം? തീർച്ചയായും ആവശ്യമാണ്. അതായത് കഴിക്കാൻ പോകുന്നത് നിങ്ങളല്ല, ഞങ്ങളാണ്. അതായത് ചുറ്റി ചുറ്റി കഴിക്കാൻ പോവുകയാണ്. മനുഷ്യമാംസം വളരെ രുചിയേറിയതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ ടേസ്റ്റി, യമ്മി. എന്റെ അമ്മോ മഹാറാണി മാഡം, ഞാനിത് മനുഷ്യനായതുകൊണ്ട് പറയാണ്, ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ മനുഷ്യരുടെ ഇറച്ചിക്ക് യാതൊരു സ്വാദും ഉണ്ടാവില്ല. നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. മഹാറാണി മാഡം, നിങ്ങൾക്ക് എന്റെ കൂട്ടുകാരെ ഭക്ഷിക്കാൻ സാധിക്കില്ല. ഏതാണ് ഈ ചെറിയ കുട്ടി? ഈ സൈഡ് ഹീറോയെ സൈഡിലേക്ക് അയക്കൂ. നിങ്ങൾക്കൊരിക്കലും നല്ല കൂട്ടുകാരാകാൻ കഴിയില്ല. തീർച്ചയായിട്ടും പറ്റും എന്റെ റാണി മാഡം. മനുഷ്യർക്ക് നല്ല കൂട്ടുകാരായി തീരുവാൻ പറ്റും റാണി മാഡം. വേണമെങ്കിൽ നിങ്ങൾ സ്വർണ്ണ മത്സ്യത്തോട് ചോദിക്കൂ. ഇതൊരു സാധാരണ മത്സ്യം, ഇതിനോട് എന്തു പോയി ചോദിക്കാനാ? റാണി മാഡം, അപ്പൊ നിങ്ങൾ ഇത് വിശ്വസിച്ചിരിക്കുകയാണോ? ഞങ്ങൾ ഈ സ്വർണ്ണ മത്സ്യത്തിനെ കറുപ്പ് പെയിന്റ് അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. കാരണം ഈ ഒക്ടോ വേൾഡിൽ അതിനെ ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടി. കണ്ടു നോക്കൂ, ഇതിന്റെ പെയിന്റ് ഇങ്ങനെ കഴുകി കളഞ്ഞാലേ ഇതൊരു സ്വർണ്ണ മത്സ്യമായി മാറും. ഇവന്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇത് സത്യത്തിൽ ഒരു ഗോൾഡ് ഫിഷ് ആണല്ലോ. ആഹാ സയന്റിസ്റ്റ്, ഈ ഗോൾഡ് ഫിഷിനെയും മറ്റുള്ള ഗോൾഡ് ഫിഷിന്റെ കൂടെ തുറങ്ങിലടക്കൂ. വേണ്ട, ഈ കുട്ടിയെ നീ വേഗം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. പിന്നെ ഈ ഗോൾഡ് ഫിഷിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. സ്വർണ്ണ മത്സ്യമേ, ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കും. സോറി പത്ലു, സോറി, എന്റെ വാക്കുകളൊക്കെ തെറ്റിപ്പോയി. ഇവിടെയുള്ളവരൊക്കെ നമ്മള് പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ മോട്ടു, ഇപ്പൊ നീ എല്ലാം മറന്ന് ഫുൾ സ്പീഡിൽ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേ.
അവരെ പിടിക്കൂ, വിടരുത്. എല്ലാരെയും പിടിച്ച് ഒക്ടോസറസിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കൂ. വലിയേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഒക്ടോസറസിനെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കൂ. എന്നെ വിടൂ, എന്നെ വിട്. എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ. എന്ന് ഗോൾഡ് വിഷുകളുടെ കൂടെ കിടക്ക്. എന്നെ രക്ഷിക്കൂ. ഞാൻ എവിടെയാണ്? ഇതേതാ സ്ഥലം? സുൻഹരി, അല്ല, ഞാൻ ചുറ്റിത്തിരിഞ്ഞ് നിങ്ങളുടെ സ്ഥലത്തേക്കാണോ വന്നത്? അമ്മേ, അച്ഛ, നിങ്ങളാണോ? ഏഹേ, അവസാനം നമ്മൾ എല്ലാവരും ഒത്തുചേരുന്നു. ആദ്യം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കണം. ഒക്ടോസറസ് ഇവിടുത്തെ ജയിലറിന്റെ പേരാണ്. എന്താ ഇത്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്നെ എന്തിനാ ബന്ധിതനാക്കുന്നത്? വരില്ല, ഞാൻ ഒരിക്കലും വരില്ല, വരില്ല, ഞാൻ വരില്ല. എന്നാ നോക്കി നിക്കണേ, എടുത്തിട അവന്മാരെ അകത്തോട്ട്. ഓഫോ, പല ജനലുകളിൽ കൂടെ അകത്താക്കവരെ. ഞാൻ പോവില്ല, ഞാൻ പോവില്ല. എന്റെ രോഗികളാണ് സത്യം. എനിക്കിത് കണ്ടിട്ട് ജയില് പോലെ തോന്നുന്നില്ല കൂട്ടുകാരെ. ആ ഭടന്മാരൊക്കെ നമ്മളെ ആവശ്യമില്ലാതെ പേടിപ്പിച്ചതാ തങ്ങളെ. എനിക്കിവിടെ ആ ജയിലർ ഒക്ടോസറസിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. വലിയേട്ടാ, ഞാൻ ഈ മലമുകളിൽ കയറി ഒന്ന് നോക്കട്ടെ. നിക്കോ, ഞങ്ങളും വരാം. പൊളിച്ചെടുത്തല്ലോ. എന്റെ അമ്മോ, ഞാനപ്പോ ഇഡ്ലിക്ക് തൊട്ടുകൂട്ടാനുള്ള ചട്നി ആവല്ലോ. മമ്മി, രക്ഷിക്കണേ. എന്റെ അത്തിപ്പാറ അമ്മഞ്ഞേ. പത്തലോ, എനിക്കിവിടുന്ന് നോക്കിയിട്ട് ഒരു ഒക്ടോസറസിനെ കാണാൻ കഴിയുന്നില്ല കേട്ടോ. പത്തലു, ഇവിടുന്ന് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞില്ലേ? നിക്കേ, ഞാൻ താഴോട്ട് വരാം കേട്ടോ. സ്ലൈഡ് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പത്തലു, എനിക്ക് തോന്നുന്നത് മുമ്പില് ഗുഹയാണെന്നാണ്. ഞാനൊന്ന് അകത്ത് പോയി നോക്കിയിട്ട് വരാം. പത്തലു, ഈ ഗുഹയ്ക്കകത്ത് ഭയങ്കര ഇരുട്ടാണല്ലോ. മോട്ടു ഓടിക്കോ, അത് ഗുഹയൊന്നും അല്ല, അതിന്റെ വായാണ്. പത്തലു, എന്തായാലും നന്നായി നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നല്ലോ. എനിക്കിവിടെ ഒറ്റയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നേ. എന്റെ മോട്ടു, ഇത് ഗുഹയൊന്നും അല്ല, ഒക്ടോസറസിന്റെ വായാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്, നമ്മൾ ഇതിന്റെ വായിലേക്കാ പോകാൻ പോകുന്നേ. എന്താ, നമ്മളെല്ലാവരും ഒക്ടോസറസിന്റെ വായിനകത്തുന്നോ? ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് പോവാ? പത്തലു പറ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കല്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ഒക്ടോസറസിനെ ഇക്ലിയാക്കാം. ആ സമയത്ത് ഒക്ടോസറസ് ചിരിക്കില്ലേ? ആ സമയത്ത് നമുക്കെല്ലാവർക്കും പുറത്തേക്ക് പോകാം. റെഡിയാ?
പൊളിച്ചെടുത്തല്ലോ. ആരെങ്കിലും നമ്മളെ ആക്രമിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടണം. പത്തില് ഞാൻ കുറെ നേരം നീന്തിക്കൊണ്ടിരിക്കുക, പക്ഷെ മുന്നോട്ടേക്ക് പോകുന്നില്ലല്ലോ. ഇനി ഇവിടെയും വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? എന്റെ മോട്ട് വീണ്ടും നമ്മൾ കുടുങ്ങിയെന്നാ തോന്നുന്നേ. പിന്നിലേക്കൊന്ന് നോക്ക്. നന്നായി നിങ്ങൾ എന്റെ പിടിയിൽ വന്നത്. ഞാനും നിങ്ങളെ തിന്നാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. എന്റെ കൺവെട്ടത്താണെങ്കിൽ നിങ്ങൾ വന്നേയില്ല. ഇപ്പോ വിത്ത് ഓൾ യുവർ പെർമിഷൻ ഞാൻ എന്താ നിങ്ങളെ ഇപ്പോ അങ്ങോട്ട് തിന്നോട്ടെ. നോ പ്രോബ്ലം. ഞാൻ അത്ര വാക്കുകളൊന്നും പാലിക്കാറേ ഇല്ല. പെർമിഷൻ എടുക്കാതെ കൂടെ ഞാൻ കഴിക്കാറുണ്ട്. ആർക്കും മൂക്കിനും അറിയ പോലുമില്ല. സേനാപതി, അത് മൂക്കിനുമല്ല, ചെവിക്കുമാണ്. ഒരു പഴഞ്ചൊല്ലിൽ എന്തായിരിക്കണേ? ഞാനാണെങ്കിൽ റാണി മാഡത്തിനോട് പറയും ഗോൾഡ് ഫിഷിന്റെ ഒരു കൂട്ടം വന്നു, എന്നിട്ട് നിങ്ങളെ എല്ലാരെയും അവരുടെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയെന്ന്. സ്റ്റോറി അവിടെ തന്നെ ക്ലോസ്. എന്റെ അമ്മോ, ഞങ്ങള് ആകാശത്തുനിന്ന് വീണവരാണ്. ഞങ്ങള് മനുഷ്യരാണ്. പത്തിലോ, ഇനി നമ്മളൊക്കെ എന്താ ചെയ്യാ? ഐഡിയ. എല്ലാവരും വ്യത്യസ്ത ദിശകളിലേക്ക് പോക. ഒക്ടോപ്പയെ ലോക്ക് ചെയ്യ്. കറങ്ങ്, തിരിയ്, മറിയ്, തിരിയ്, കറങ്ങ്. Octopus, with your permission. അവൻ പണ്ടാരടങ്ങി പോയി. പത്ലു, സ്വർണ്ണ മത്സ്യത്തിനെ സഹായിക്കുന്നതിന് മുൻപ് നമുക്ക് ആ ഓട്ടോ ജാക്സനെ രക്ഷിച്ചേ പറ്റൂ. നീ പറഞ്ഞത് ശരിയാ മോട്ടു. അതിനുവേണ്ടി വീണ്ടും നമ്മൾ ഈ കൊട്ടാരത്തിനകത്തേക്ക് പോകണം. കാരണം ഒക്ടോ ജാക്സൺ ഈ കൊട്ടാരത്തിനകത്തല്ലേ ഉള്ളത്. വരൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.